ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയോ ഇല്ലയോ എന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ കാര്യം വേറെ ഒന്നുമല്ല, എനിക്കോ ചെറിയൊരു അബദ്ധം പറ്റി. അപ്പോൾ ഇന്ന് കാണുന്ന ആർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബ് തുടങ്ങുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയോ എന്നതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ എൻ്റെ ചാനൽ ഇന്നലെ രാവിലെ തന്നെ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. 4000 അവേഴ്സും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോണിറ്റൈസേഷൻ ഒക്കെ ആയതിനു ശേഷം മോണിറ്റൈസേഷൻ പ്രോസസ്സും അത് കുറച്ച് പ്രോസസ്സും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി അത് ചെയ്തു തന്നത് AVS യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. എൻ്റെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, അവരെ കൊണ്ടാണ് ചെയ്യിച്ചത്. അവർക്ക് ഇതിൻ്റെ ചെറിയ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിൽ തുടങ്ങുന്ന ആൾക്കാർക്ക് A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. ചെറിയ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതായത് ചാനൽ തുടങ്ങുന്ന തൊട്ട് മോണിറ്റൈസേഷൻ ആയി നമ്മളെ ഈ പൈസ കിട്ടുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഹാഫ് മോണിറ്റൈസേഷൻ ആയ ടൈമിൽ തന്നെ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് ബിഗ് ബോസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിലെ കണ്ടസ്റ്റന്റിന്റെ റീൽസും സംഭവങ്ങളൊക്കെ വെച്ച് ഒരു ലോങ് വീഡിയോസ് ഒരു 10-15 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ മോണിറ്റൈസേഷൻ പ്രോസസ്സ് വരുന്ന ടൈമിൽ ഇത് പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അത് ഈ കോപ്പിറൈറ്റ്സും കാര്യങ്ങളും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മോണിറ്റൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഡിലീറ്റ് ആക്കാം എന്നാട്ടോ വിചാരിച്ചത്. അങ്ങനെ ഇന്നലെ മോണിറ്റൈസ്ഡ് ആയി. അങ്ങനെ നമ്മൾ മോണിറ്റൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ടൈമിലാണ് ഇതുപോലെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വാച്ച് അവർ സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പോൾ ഇനി ബാക്കി സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം നമ്മളുടെ YT സ്റ്റുഡിയോയിൽ ഒരു ചേഞ്ചസും സംഭവിച്ചിട്ടില്ല. ഇനി കുറച്ചധികം ദിവസം കഴിയുമ്പോൾ മാത്രമേ ചേഞ്ചസ് സംഭവിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ ഇനി മോണിറ്റൈസേഷൻ ആകോ ഇല്ലയോ ഒന്നും കറക്റ്റ് അറിയില്ല. എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റൂ. അത് മാത്രമല്ല ഇപ്പോൾ വാച്ച് അവർ കുറവുമാണ്. സോ ആരെങ്കിലും പുതിയ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള യൂട്യൂബേഴ്സോ ഇതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ റീൽസ്, ഇൻസ്റ്റാ റീൽസോ അങ്ങനെ എന്തെങ്കിലും ലോങ് വീഡിയോസ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന കേട്ടോ നല്ലത്. മോണിറ്റൈസേഷൻ ഒക്കെ ആയതിനു ശേഷം ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഇതുപോലെ എന്താകും അടുത്ത സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ പോലും എൻ്റെ YT സ്റ്റുഡിയോയിൽ ഒരു ചേഞ്ചസും സംഭവിച്ചിട്ടില്ല. ഇനി ചേഞ്ചസ് സംഭവിക്കുമോ എന്നും അറിയത്തില്ല. അപ്പോൾ ഇത് ജസ്റ്റ് പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടി അവർക്കൊരു ഇൻഫോർമേഷന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി, അപ്പോൾ ആർക്കും അങ്ങനെ പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന മാത്രം ഒരു വീഡിയോ ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട എന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.